പ്രൈസ് ദ ലോർഡ്. ബൈബിളിലെ 12ാമത്തെ പുസ്തകമാണ് 2 രാജാക്കന്മാർ. അധ്യായങ്ങൾ 25, വാക്യങ്ങൾ 719, ചോദ്യങ്ങൾ 118, ചരിത്രപരമായ വാക്യങ്ങൾ 560, പ്രവചനപരമായ വാക്യങ്ങൾ 59, മുന്നറിയിപ്പുകൾ 65, ആജ്ഞകൾ 118, വാഗ്ദാനങ്ങൾ 3, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 20. ഇതിൻ്റെ മൂലഭാഷയായ എബ്രായയിൽ 1ഉം 2ഉം രാജാക്കന്മാർ ഒറ്റ പുസ്തകമാണ്. തുകൽ ചുരുളുകളായി സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള സൗകര്യത്തെ പ്രതി സെപ്റ്റുവജന്റ് ഭാഷാന്തരക്കാരാണ് ഇതിനെ ഇങ്ങനെ രണ്ടായി തിരിച്ചത്. അത് പിന്നീട് മറ്റുള്ളവരും അംഗീകരിച്ചു. ദൈവമക്കൾ എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ വാസം ആരംഭിച്ചതിനു ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ അന്ധകാര കാലഘട്ടത്തെയാണ് ഈ പുസ്തകത്തിൽ അനാവരണം ചെയ്യുന്നത്. ദൈവിക ന്യായപ്രമാണം മറന്ന് വിഗ്രഹാരാധനയിലും അധാർമിക ജീവിതത്തിലും മുഴുകിയ ഇസ്രായേൽ ജനതയുടെ മേൽ ഉണ്ടായ അതിഭയാനകമായ ന്യായവിധിയാണ് ഇതിൽ വിവരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം. രാജാക്കന്മാരുടെ 2ാം പുസ്തകത്തിൽ 2 ദേശീയ ദുരന്തങ്ങൾ ഉൾക്കൊള്ളുന്നു. BC 722 ഉത്തരരാജ്യമായ ഇസ്രായേലിന്റെ പതനവും BC 586 ദക്ഷിണരാജ്യമായ യഹൂദയുടെ പതനവും യെരുശലേം ദേവാലയത്തിന്റെ നാശവും നടന്നതായി കണക്കാക്കുന്നു. ഇസ്രായേലിലുള്ളവർ ബദ്ധന്മാരായ അശൂരിലേക്കും യഹൂദയിലുള്ളവർ പ്രവാസികളായി ബാബിലോണിലേക്കും പോകേണ്ടി വന്നു. ഇസ്രായേൽ രാജ്യത്തിന് ഏലിയാവ്, എലീഷ, ആമോസ്, ഹോശേയ എന്നീ പ്രവാചകന്മാർ ദൈവിക മുന്നറിയിപ്പുകളും പ്രബോധനങ്ങളും നൽകി. അതുപോലെ യഹൂദയിൽ യെശയ്യാവ്, യിരെമ്യാവ്, യോവേൽ, മീഖ, നഹൂം എന്നീ ആദിയായ പ്രവാചകന്മാരും ശക്തമായ സന്ദേശങ്ങൾ നൽകി. ഏലിയാവും എലീശയും ഈ അന്ധകാര യുഗത്തിലെ 2 വലിയ ദീപസ്തംഭങ്ങളായിരുന്നു. സംയുക്ത ഇസ്രായേൽ രാഷ്ട്രം BC 1050 മുതൽ 930 വരെ 120 വർഷം നിലനിന്നു. അതിനുശേഷം വടക്കുള്ള ഇസ്രായേൽ രാജ്യം BC 930 മുതൽ 722 വരെ 208 വർഷം തുടർന്നു. അശൂരിന്റെ ആക്രമണത്തോടെ അത് നാമാവശേഷമായി. തെക്കുള്ള യഹൂദ രാജ്യം വീണ്ടും 136 വർഷം കൂടി നിലനിന്നു. BC 586 ബാബിലോണിന്റെ ആക്രമണത്തോടെ അതും തകർന്നു. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. ദൈവിക നേതൃത്വം വാസ്തവമായി അംഗീകരിക്കാൻ മനസ്സിലാത്തവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് രേഖപ്പെടുത്തുക. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഇതിന്റെ ഗ്രന്ഥകാരൻ യിരെമ്യാവാണെന്ന് വിശ്വസിക്കുന്നു. എഴുതിയ കാലം ഏകദേശം BC 550. സ്ഥലം യെരുശലേമിൽ വച്ച്. കാലപരിധി ഏകദേശം 300 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ആമേൻ.